നമസ്കാരം. ഏവർക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 9, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ്, കോർപ്പറേറ്റ് ഏർണിംഗ്സ് തുടങ്ങി ഒത്തിരിയേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിലെ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതിനു മുൻപേ വേഗത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് വേഗത്തിൽ ഓടിച്ചു നോക്കാം. IT, കൺസ്യൂമർ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ സെല്ലിംഗ് പ്രഷറും കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന സെല്ലിംഗ് മൂലവും ഇന്ത്യൻ മാർക്കറ്റിന് കഴിഞ്ഞ ആഴ്ച നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം വീക്ക്ലി ബേസിസിൽ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിക്ക് 230 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 0.9% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 722 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 0.86% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 100 പോയിന്റുകളുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 0.17% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. തുടർച്ചയായി മൂന്നാമത്തെ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയും ഇന്ത്യ വിക്സ് ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയുണ്ടായത് 3.3%. അതിനെ തുടർന്ന് ഒക്ടോബർ മാസം മുതൽ ഉയർച്ച ആരംഭിച്ച ഇന്ത്യ വിക്സ് ഇക്കഴിഞ്ഞ 4-5 ആഴ്ചകൾ കൊണ്ട് 25% ഉയർച്ചയാണ് രേഖപ്പെടുത്തുകയും ഉണ്ടായത്. ഇന്ത്യൻ രൂപ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ ഡോളറിനെതിരെ 88.79, 88.56 എന്നീ ലെവലുകൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള ട്രേഡിംഗ് റേഞ്ച് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തതെങ്കിലും വീക്ക്ലി ബേസിസിൽ 0.1% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അതിന്റെ റെക്കോർഡ് ലോയുടെ തൊട്ടുമുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. ഇനി ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം നിഫ്റ്റിയിൽ കാര്യമായ ഇടിവൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ആകെ 29 പോയിന്റ് മാത്രമേ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും ചോർന്നു പോയിട്ടുള്ളൂ. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ ആദ്യമായി തന്നെ ഒത്തിരിയേറെ കമ്പനികൾ അവയുടെ Q2 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞെങ്കിൽ കൂടിയിട്ടും BSEയിൽ മാത്രം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ 2500 കമ്പനികളുടെ Q2 ഏർണിംഗ്സുമായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായ വോഡഫോൺ ഐഡിയ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, ഹീറോ മോട്ടോർ കോർപ്പ്, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ, RVNL, ടാറ്റ പവർ, കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങി ഒട്ടനവധി കമ്പനികളുണ്ട്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ പ്രധാനമായും ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്, ടാറ്റ സ്റ്റീൽ, ഐഷ മോട്ടോഴ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെയും Q2 ഏർണിംഗ്സുകൾ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും Q2 ഏർണിംഗ്സുകളുടെ പെർഫോമൻസ് സാരമായി തന്നെ നമ്മുടെ വിപണിയെ ബാധിക്കും. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിൽ വ്യാഴാഴ്ചത്തെ ഇടിവ് വീണ്ടും തുടരുകയുണ്ടായി. ഇതിലേക്ക് പ്രധാനമായും നയിക്കുകയുണ്ടായത് ഈ അടുത്ത കാലത്ത് US മാർക്കറ്റിൽ AI സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ റാലി തന്നെയായിരുന്നു. എങ്കിൽ ഓവർ സ്ട്രെച്ച്ഡ് വാല്യുവേഷൻസിലുണ്ടായ ആശങ്കയെ തുടർന്ന് തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും വെള്ളിയാഴ്ചയും US മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതിനെ തുടർന്ന് ഏപ്രിൽ മാസത്തിനു ശേഷം കണ്ട ഏറ്റവും വലിയ ഇടിവിന് വീക്ക്ലി ബേസിസിൽ US മാർക്കറ്റിന് കഴിഞ്ഞ ആഴ്ചയിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരികയുണ്ടായി. US മാർക്കറ്റ് മദർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും US മാർക്കറ്റിന്റെ പെർഫോമൻസ് നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് US നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷട്ട് ഡൗൺ ഒക്കെ ദീർഘമായി നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഈ ആഴ്ചയിലും IPOസിന്റെ വെടിക്കെട്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ കാത്തിരിക്കുന്നത്. ഈ ആഴ്ചയിൽ മെയിൻ ബോർഡിലേക്ക് 4 IPOസിന്റെ ഇഷ്യൂ നടക്കുന്നുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഓപ്പണായ പൈൻ ലാബ്സിന്റെ ബിഡിംഗ് ചൊവ്വാഴ്ച വരെ തുടരുകയും ചെയ്യും. അതുകൂടാതെ SME സെഗ്മെന്റിലേക്ക് 2 IPOs ഇഷ്യൂവൻസിന് ഈ ആഴ്ചയിൽ ആരംഭം കുറിക്കുകയാണ്. അതുകൂടാതെ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന 2 IPOസിന്റെ ബിഡിംഗ് തുടരുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ തിങ്കളാഴ്ച ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ ബുധനാഴ്ചയോടുകൂടി ഗ്രോവിന്റെ IPOയും ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ IPOസിന്റെ പെർഫോമൻസും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയെ വരാൻ പോകുന്ന ആഴ്ചയിൽ സാരമായി തന്നെ ബാധിക്കും. ഈ വരുന്ന 5 ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് 60-ലേറെ കമ്പനികൾ അവയുടെ ഇൻട്രീം ഡിവിഡൻസിന്റെയും ബോണസ് ഇഷ്യൂവിന്റെയും ബൈബാക്കിന്റെയും മാത്രവുമല്ല സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയൊക്കെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിച്ചിരിക്കുന്ന ഒരാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ കോർപ്പറേറ്റ് ആക്ഷൻസ് നമ്മൾ കീനായിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനു പുറമെ നവംബർ 14-നാണ് ഇൻഫോസിസിന്റെ ബൈബാക്കിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കാൻ പോകുന്നത്. ഇതിനെല്ലാം പുറമെ മറ്റുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെയും ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഇവന്റ്സുകളൊക്കെ നടക്കാനിരിക്കുന്നു. അതാത് ദിവസത്തെ ഇവന്റുകൾ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. സമയത്തിന്റെ ദൈർഘ്യം മൂലം കഴിയുന്നില്ല ഓരോന്നും വിശദമായി തന്നെ. കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ 3 ട്രേഡിംഗ് സെക്ഷനിൽ വിദേശ
ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. എങ്കിലും വെള്ളിയാഴ്ച 4551.34 കോടി രൂപയ്ക്ക് ബൈ നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് നിലവിലെ അവരുടെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് പൊസിഷൻ 1632.66 കോടി രൂപ എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ 3 ട്രേഡിംഗ് സെക്ഷനിൽ അവർ സെല്ല് ചെയ്തപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇടിയുന്ന കാഴ്ച പ്രകടവുമായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിന് വലിയ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഹ്യൂജ് എമൗണ്ടിന് ബൈ ചെയ്തതോട് കൂടിയിട്ട് നമ്മുടെ മാർക്കറ്റിന് വീണ്ടും 25,500 എന്ന ലെവലിന് അടുത്തായിട്ടും എത്തിച്ചേരുവാൻ സാധിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിലുണ്ടായ ഫോളിനെ തുടർന്ന് നിഫ്റ്റി 25,350 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. മാത്രവുമല്ല നിഫ്റ്റി അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMകളുടെയും അതുകൂടാതെ മിഡ് ഡേ മൂവിംഗ് ആവറേജായ 50 ഡേ EMയുടെ താഴേക്കും പതിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ച നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,160 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. അതേസമയം ഈ വരുന്ന ആഴ്ചയിൽ നിഫ്റ്റിക്ക് ഇനി തിരിച്ചുവരവ് നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ 25,700 എന്ന ലെവൽ വളരെ പ്രധാനമാണ് അപ്പർ സൈഡിലേക്ക്. ഈ ലെവൽ അതിശക്തമായി ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ 26,000 എന്ന നിഫ്റ്റിയുടെ കീ ലെവലിലേക്കുള്ള പ്രയാണം തള്ളിക്കളയാനുമാവുകയില്ല. അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് 26,000 എന്ന കീ ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് നിഫ്റ്റിക്ക് അതിന്റെ നിലവിലെ റെക്കോർഡ് ഹൈ ഭേദിച്ചുകൊണ്ട് പുതിയ ഉയരങ്ങൾ കീഴടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ ഒക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സുകൾ നിറഞ്ഞ ഒരാഴ്ചയാണ് വരാൻ പോകുന്നതും എസ്പെഷ്യലി US നിന്നൊക്കെ ഒത്തിരിയേറെ ഡേറ്റകളുടെ റിലീസ് ഈ ആഴ്ചയിലായിട്ട് ലൈനപ്പ് ചെയ്തിട്ടുമുണ്ട്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാം. ഇതിനെല്ലാം പുറമെ ഇന്ത്യയിൽ നിന്നും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റകളുടെ റിലീസും ഈ ആഴ്ചയിൽ ലൈനപ്പ് ചെയ്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സുകളും ഇന്ത്യയിൽ നിന്നുള്ള ഇക്കണോമിക് ഡേറ്റകളൊക്കെ തന്നെ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവയും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായി തന്നെ സ്വാധീനിക്കും. നിലവിൽ ഇന്ത്യയിൽ ബീഹാറിലെ സ്റ്റേറ്റ് ഇലക്ഷൻ നടക്കുന്നതിനാൽ തന്നെ ഇന്ത്യയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സും നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഘടകവും ആഭ്യന്തരമായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സാരമായി തന്നെ സ്വാധീനിക്കും പല മേഖലകളിലും. ഈ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ദിശയും നിർണ്ണയിക്കപ്പെടുക. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. സ്വിഗ്ഗി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 10,000 കോടി രൂപ ഫണ്ട് റേസ് ചെയ്യുവാനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകുകയുണ്ടായി. ട്രെൻഡ് നെറ്റ് പ്രോഫിറ്റിൽ 6% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 17% വളർച്ചയും രേഖപ്പെടുത്തി. നാൽക്കോ നെറ്റ് പ്രോഫിറ്റിൽ 37% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 7% വളർച്ചയും രേഖപ്പെടുത്തി. ഇതിനു പുറമെ 4 രൂപ per ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. നവംബർ 14, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുക. നൈക്ക നെറ്റ് പ്രോഫിറ്റിൽ 243% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 25% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. കല്യാൺ ജ്വല്ലേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 2 മടങ്ങിലേറെ വർദ്ധിച്ചുകൊണ്ട് 260 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 30% വർധനവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. PFC നെറ്റ് പ്രോഫിറ്റിൽ 2% വർധനവും റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 12% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല ഇൻട്രീം ഡിവിഡൻഡ് ആയിട്ട് 3 രൂപ 65 പൈസ per ഷെയറും പ്രഖ്യാപിച്ചു. നവംബർ 26, 2025 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുക. ബജാജ് ഓട്ടോ നെറ്റ് പ്രോഫിറ്റിൽ 24% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 14% വളർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.